രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. ഇനി വേണ്ടത് രാമന്റെ പട്ടാഭിഷേകമാണ്. സുഗ്രീവനോട് പറഞ്ഞു ഭരതൻ സുഗ്രീവനോട് പട്ടാഭിഷേകം നടത്തിക്കുവാനുള്ള അധികാരം ഭരതകുമാരനാണ്. പക്ഷേ ഭരതൻ അതിന്റെ മുഴുവൻ ചുമതല സുഗ്രീവനെ, ഇളയ അനുജനായ സുഗ്രീവനെ ഏൽപ്പിക്കുകയാണ്. സുഗ്രീവനോട് പറഞ്ഞു ഭരതനും, അഗ്രജൻ ഇപ്പോൾ അഭിഷേക കർമ്മവും മംഗലമാമാറ് നീ കഴിച്ചിടണം. നമ്മുടെ എല്ലാം ജ്യേഷ്ഠൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭു, അദ്ദേഹത്തിന്റെ പട്ടാഭിഷേകം, സൂര്യവംശ രാജാവായിരിക്കുന്ന ശ്രീരാമചന്ദ്രന്റെ പട്ടാഭിഷേകം മംഗളകരമായിട്ട് അല്ലയോ സഹോദര സുഗ്രീവ നീ തന്നെ നടത്തണം. ആരോടൊപ്പം? അംഗദനാദികളോടും യഥാവിധി, വിധിപ്രകാരം അംഗദാദികളോടൊപ്പം നീ പട്ടാഭിഷേകം നടത്തണം എന്ന് പറഞ്ഞു. 4 സമുദ്രത്തിലും ചെന്ന് തീർത്ഥവും കാലേ വരുത്തുക. മുമ്പിനാൽ വേണ്ടതും ആദ്യമേ വേണ്ടത് എന്തെന്നറിയോ? പട്ടാഭിഷേകത്തിന് വേണ്ടിയിട്ട് എല്ലാ സമുദ്രങ്ങളിൽ നിന്നും തീർത്ഥജലം കൊണ്ടുവരണം. കാരണം രാജാവ് ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്നു എന്നുള്ളതായ ആ പ്രത്യക്ഷമായ അനുഭവമാണ് ഈ 4 സമുദ്രങ്ങളിൽ നിന്നും തീർത്ഥജലം കൊണ്ടുവന്ന് രാജാവില് അഭിഷേകം ചെയ്യുന്നത്. ഈ സമുദ്രപര്യന്തമായിട്ടുള്ള ഭൂമി മുഴുവൻ രാജാവിലിരിക്കുന്നു. ഈ രാജാവ് സമുദ്രപര്യന്തമായ ഭൂമി മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്നു. ഇങ്ങനെ രാജാവിനും രാജ്യത്തിനും തമ്മിലുള്ളതായ, ശ്രീരാമനാകട്ടെ ചക്രവർത്തിയാണ്, പ്രപഞ്ച ചക്രവർത്തിയാണ്, പ്രപഞ്ചവും തമ്മിലുള്ളതായ ആ ഏകത്വം അത് ഈ അഭിഷേകത്തിലൂടെ സമ്പന്നമാവുകയാണ്. അതിനു വേണ്ടിയിട്ട് ഈ ദിവ്യ വസ്തുക്കളെല്ലാം കൊണ്ടുവരികയാണ്. പട്ടാഭിഷേകത്തിന് വേണ്ടിയിട്ടുള്ളതായ തീർത്ഥങ്ങളെല്ലാം കൊണ്ടുവരികയാണ്. എല്ലാ വാനരവീരന്മാരും നിമിഷമാത്രം കൊണ്ട് തന്നെ എല്ലായിടവും പോയി, ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പോയി 4 സമുദ്രങ്ങളിൽ നിന്നും തീർത്ഥജലം കൊണ്ടുവന്നു. പുണ്യനദീജലം സകല നദികളിൽ നിന്നിട്ടും ജലം കൊണ്ടുവന്നിട്ടുണ്ട്. പുണ്യനദീജലം പുഷ്കരമാദിയാം അന്യതീർത്ഥങ്ങളിലുള്ള സലിലവും, അങ്ങ് പുഷ്കരതീർത്ഥം സത്യലോകത്തിൽ നിന്ന് പുഷ്കരതീർത്ഥം വരെ കൊണ്ടുവന്നു. സത്യലോകത്തിൽ ബ്രഹ്മാവ് ഇരിക്കുന്നത് ആ പുഷ്കരതീർത്ഥത്തിലാണ്. അവിടെ നിന്നിട്ട് ആ പുഷ്കരതീർത്ഥം കൊണ്ടുവന്നു. പുണ്യനദീജലം പുഷ്കരം ആദിയാം അന്യതീർത്ഥങ്ങളിലുള്ള സകല തീർത്ഥങ്ങളിലുള്ള സലിലവും ഒക്കെ വരുത്തി. മറ്റുള്ള പദാർത്ഥങ്ങൾ മർക്കടവൃന്ദം വരുത്തിനാറുതൽ ക്ഷണേ, മറ്റ് എന്തൊക്കെയാണോ അഭിഷേകത്തിന് വേണ്ടത് അത് മുഴുവൻ വാനരങ്ങൾ എത്തിച്ചു. അഭിഷേകത്തിന്റെ മുഹൂർത്തമായി ആ മുഹൂർത്തത്തില് ആ പദാർത്ഥങ്ങൾ കൊണ്ട് വിധിപ്രകാരം രാമന്റെ അഭിഷേകം നടക്കുകയാണ്. രത്നസിംഹാസനെ രാമനെയും ചേർത്ത് പത്നിയെയും വാമഭാഗേ വിനിക്ഷിപ്യ വാമദേവൻ മുനി ജാബാലി ഗൗതമൻ വാൽമീകി എന്നിവരോടും വസിഷ്ഠനാം ദേശികൻ ബ്രാഹ്മണശ്രേഷ്ഠരോടും കൂടി ദാശരഥിക്ക് അഭിഷേകവും ചെയ്തിതു. പൊന്നിൻ കലശങ്ങൾ 1008 പൊന്നിൻ കലശങ്ങളില് ഈ തീർത്ഥജലങ്ങളെല്ലാം സംഭരിച്ച് വച്ചിട്ടുണ്ട്. എല്ലാം മലേജ പർണങ്ങൾ കൊണ്ട് വായിക്കട്ടി വച്ചിരിക്കുകയാണ്. എല്ലാം മന്ത്രം ജപിച്ച് അതിനെ വിധിപ്രകാരം വസിഷ്ഠൻ എന്നുള്ള ആ കുലഗുരു ദേശികൻ അദ്ദേഹം മറ്റ് ഋഷിമാരോടൊപ്പം വാമദേവൻ, ജാബാലി, ഗൗതമൻ, വാൽമീകി എന്നിങ്ങനെയുള്ള അനേകം ഋഷിമാരോടൊപ്പം, അതേപോലെ ബ്രഹ്മജ്ഞാനികളായിരിക്കുന്ന ബ്രാഹ്മണശ്രേഷ്ഠരോടൊപ്പം ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന് അഭിഷേകം കഴിച്ചു. 1008 പൊന്നിൻ കലശങ്ങൾ കൊണ്ട്. അന്യൂന ശോഭം ജപിച്ചാൽ മറകളും വേദമന്ത്രങ്ങൾ അങ്ങേറ്റം ഭക്തിയോടുകൂടിയിട്ട് ശ്രദ്ധയോടുകൂടിയിട്ട് വിധിപ്രകാരം വേദമന്ത്രജ്ഞരായിരിക്കുന്ന
ആളുകൾ, ഭക്തജനങ്ങൾ ജപിച്ചു. ഈ അവസരത്തിൽ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന് രാജകീയമായിരിക്കുന്ന ആലവട്ടവും വെഞ്ചാമരവുമെല്ലാം മുൻകൊറ്റക്കുടയുമെല്ലാം അവിടെ ചാർത്തിക്കപ്പെട്ടു. അതെല്ലാം സഹോദരന്മാരും അതേപോലെ തന്നെ വിഭീഷണനും സുഗ്രീവനും എല്ലാ പേരും കൂടി രാജകീയമായ വിഭൂതികളെല്ലാം അണിനിരത്തി. ഈ അവസരത്തിൽ ദേവേന്ദ്രൻ എന്ത് ചെയ്തു? ദേവന്മാരെല്ലാം ഇതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അന്തരീക്ഷത്തിൽ വന്ന് നിൽക്കുകയാണ്. ദേവന്മാരുണ്ട്, യക്ഷന്മാരുണ്ട്, കിന്നരന്മാരുണ്ട്, കിംപുരുഷന്മാരുണ്ട്, വിദ്യാധരന്മാരുണ്ട്, സിദ്ധന്മാരുണ്ട്, ചാരണന്മാരുണ്ട്, അപ്സരസകളുണ്ട്. അവരെല്ലാം അവിടെ നിൽക്കുകയാണ്. മഹനീയമായ കർമ്മങ്ങൾ ഭൂമിയിൽ നടക്കുമ്പോഴേക്കും ദേവവർഗങ്ങളുടെ മുഴുവൻ സാന്നിധ്യം അതിനുണ്ടാവും, അവരുടെ സഹകരണവും ഉണ്ടാകും. ഇന്ദ്രൻ എന്ത് ചെയ്തു? മാരുതൻ കയ്യിൽ കൊടുത്തയച്ചാൻ ദിവ്യഹാരം മഹേന്ദ്രൻ മനുകുലനാഥന്. മനുഷ്യനാഥനായിരിക്കുന്ന ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന് ധരിക്കാൻ വേണ്ടിയിട്ട് മാരുതന്റെ കയ്യില്, വായുഭഗവാന്റെ കയ്യില് ദേവേന്ദ്രൻ ദിവ്യമായ ഹാരം കൊടുത്തയച്ചു. ദേവലോകത്തിൽ മാത്രം ലഭിക്കുന്നതായ ഹാരം, ഇതിനുവേണ്ടി പ്രത്യേകമായിട്ട് തയ്യാറാക്കിയതായ ഹാരം കൊടുത്തയച്ചു. സർവരത്നോജ്വലമായ ഹാരം പുനരുർവീശ്വരനും അലങ്കരിച്ചിടിനാൻ. അദ്ദേഹത്തിന് അത് മാരുതൻ തന്നെ ധരിപ്പിച്ചു. വസിഷ്ഠ ഋഷി തന്റെ കരങ്ങൾ കൊണ്ട് അത് ധരിപ്പിച്ചു. അത് ലോകത്തിനു മുഴുവൻ അധിപതിയായിരിക്കുന്ന ശ്രീരാമചന്ദ്ര മഹാപ്രഭു തന്റെ കഴുത്തില് അണിയുകയും ചെയ്തു. പൂർണ്ണഭക്തിയ പുഷ്പവൃഷ്ടിയും ചെയ്ത് കാരുണ്യനിധിയെ ഭജിച്ചതെല്ലാവരും ഭക്തിയോടുകൂടി എല്ലാവരും പുഷ്പവൃഷ്ടി ചെയ്തു, അദ്ദേഹത്തെ ഭജനം ചെയ്തു. മുഴുവൻ മനുഷ്യരും മൃഗങ്ങളും പക്ഷികളും വൃക്ഷങ്ങളും സൂര്യചന്ദ്ര നക്ഷത്രാദികളും ദേവന്മാരും അങ്ങ് സത്യലോക നിവാസികൾ ഉൾപ്പെടെയുള്ള സമസ്തരും പാതാളം വരെയുള്ള ലോകങ്ങളിലെ ആളുകളും എല്ലാവരും ശ്രീരാമ പട്ടാഭിഷേകത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് അയോധ്യയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങൾ രാമായണത്തിലെ വിശ്വദർശനം എത്രയോ തവണ സ്റ്റേജുകളിൽ വച്ച് അതേപോലെ ഓരോ വ്യക്തികളോടുമുള്ളതായ സംഭാഷണത്തിനിടയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അത് ഗ്രന്ഥമായിട്ട് എഴുതിയിട്ടുമുണ്ട്. രാമായണത്തിലെ വിശ്വദർശനം ഈ പ്രപഞ്ചം പരമാത്മാവിൽ ഉണ്ടാകുന്നു. അതാണ് വേദങ്ങളും ഉപനിഷത്തുകളും നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഉള്ളത് പരമാത്മാവ് മാത്രം, നിർഗുണ നിരാകാര ബ്രഹ്മം മാത്രം, ഒന്ന് മാത്രം, രണ്ടില്ലാത്തത്, ഏകമേവ അദ്വിതീയം. ആ പരമാത്മാവ് ലോക സൃഷ്ടിക്ക് വേണ്ടിയിട്ട് സങ്കല്പിച്ചു. ആ സങ്കല്പമാണ് മൂലപ്രകൃതി. ആ മൂലപ്രകൃതിയിൽ നിന്നിട്ട് ഈ പ്രപഞ്ചം മുഴുവനുണ്ടായി. ജീവനുള്ളതും ജീവനില്ലാത്തതുമായ സർവ്വ പ്രപഞ്ച പദാർത്ഥങ്ങളും ഉണ്ടായി. ഇതെല്ലാം ഉണ്ടാകുന്ന മൂലപ്രകൃതിയിൽ നിന്ന്. ആ മൂലപ്രകൃതി പരമാത്മാവിൽ നിന്നുണ്ടാകും. ആ മൂലപ്രകൃതിയാണ് സീത. അങ്ങനെ സീത ലോകത്തിന് മുഴുവൻ മാതാവ്. ശ്രീരാമചന്ദ്ര മഹാപ്രഭുവാണ് പരമാത്മാവ്. അദ്ദേഹം ലോകത്തിന് മുഴുവൻ പിതാവ്. രാമൻ പരമാത്മാവ് ലോകത്തിന് മുഴുവൻ ആധാരമാണ് എന്ന് പ്രത്യക്ഷമായി അറിയലാണ് ഓരോ മനുഷ്യന്റെയും പരമമായിരിക്കുന്ന ജീവിത ധന്യത. ഞാൻ വെറും ശരീരമാണ്, മനസ്സാണ്, ബുദ്ധിയാണ്, കാർബണും ഹൈഡ്രജനും ഓക്സിജനും മാത്രമാണ് എന്ന് ധരിച്ചു നടന്നാൽ, ജീവിതത്തിൽ അങ്ങനെ ധരിച്ചു നടക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. അവർക്ക് പല പ്രകാരത്തിലുള്ളതായ ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും മരണഭയവും ഒക്കെയാണ് വന്നു ചേരുക. എന്നാൽ ഈ പ്രപഞ്ചത്തിന് ആധാരം രാമനാണ്. ആ രാമൻ തന്നെയാണ് ഞാൻ. ആ രാമൻ തന്നെയാണ് ഇക്കാണായ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ സമസ്ത പദാർത്ഥങ്ങളും എന്ന് എപ്പോഴാണോ ഒരാൾ തിരിച്ചറിയുന്നത്, അപ്പോൾ അയാൾ ദുഃഖത്തെ അതിലംഘിക്കുന്നു, അയാൾ മരണഭയത്തെ അതിലംഘിക്കുന്നു, അയാൾ ജനന മരണ രഹിതനായ ജ്ഞാനസ്വരൂപനായ ആനന്ദസ്വരൂപനായ പരമാത്മാവായിട്ട് പരിണമിക്കും. ഈ പരമാത്മാവിനെ കുറിച്ച് വ്യാസമഹർഷി ബ്രഹ്മസൂത്രത്തിൽ വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പരമാത്മ ലക്ഷണം അദ്ദേഹം വളരെ ലളിതമായി പറഞ്ഞു വയ്ക്കും. ജന്മാദ്യസ്യ യതഃ എന്ന്. ഈ പ്രപഞ്ചത്തിലെ സമസ്ത പദാർത്ഥങ്ങളും, ജീവനുള്ളതാകട്ടെ ജീവനില്ലാത്തതാകട്ടെ, ഇവയുടെയെല്ലാം ജന്മം തുടങ്ങിയവ എവിടെ നിന്നാണോ സംഭവിക്കുന്നത്
അതാണ് പരമാത്മാവ് എന്ന് അദ്ദേഹം ആ സൂത്രത്തിൽ വളരെ സ്പഷ്ടമായിട്ട് നമുക്ക് കേൾപ്പിച്ചു തരുന്നു. ഈ ലോകത്തിന്റെ മുഴുവൻ ജന്മം, നിലനിൽപ്പ് മുതലായവ എല്ലാം ആ പരമാത്മാവിൽ സംഭവിക്കുന്നു. അങ്ങനെ നാം എല്ലാം ആ പരമാത്മാവിൽ ഉണ്ടായി, പരമാത്മാവിൽ നിലനിന്ന്, പരമാത്മ സ്വരൂപരായി നിലനിന്ന്, ആ പരമാത്മാവിൽ ലയിച്ച് പരമാത്മാവായി ജനിമൃതികളില്ലാതെ അഖണ്ഡ സച്ചിദാനന്ദമായി വിരാജിക്കുന്നവരാണ്. ആ അനുഭവത്തെ ഹൃദയത്തിൽ പ്രത്യക്ഷമായി അനുഭവിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഈ ശ്രീരാമ പട്ടാഭിഷേകം. നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലാണ് ഇത് നടക്കുന്നത്. അയോധ്യയിൽ നടക്കുന്ന ശ്രീരാമ പട്ടാഭിഷേകം നമ്മുടെ ഹൃദയത്തിലാണ് നടക്കുന്നത്. നമ്മുടെ ഹൃദയമാണ് രത്നസിംഹാസനം. ആ അവസരത്തില് സമസ്ത പ്രപഞ്ചവും അവിടെ രാമന് ചുറ്റുമായി നിൽക്കുന്നു. ജീവനുള്ളതും ജീവനില്ലാത്തതും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. അങ്ങനെ സത്യലോക നിവാസികൾ മുതൽ പാതാളലോക നിവാസികൾ വരെയുള്ള എല്ലാ ജീവരാശിയും, ജീവനുള്ളവയും ജീവനില്ലാത്ത പദാർത്ഥങ്ങളും, മനുഷ്യരും മൃഗങ്ങളും പക്ഷികളും വൃക്ഷങ്ങളും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും നക്ഷത്ര സമൂഹങ്ങളും പുല്ലും പുഴുവും മണൽത്തരിയും മഹാപർവ്വതങ്ങളും നദികളും സമുദ്രങ്ങളും അതേപോലെ യക്ഷന്മാരും കിന്നരന്മാരും പുരുഷന്മാരും ദേവന്മാരും സിദ്ധന്മാരും ഇങ്ങനെ മഹർഷിവര്യന്മാരും ബ്രഹ്മാവും മഹാദേവനും വിഷ്ണുവും എല്ലാവരും ഒന്നായി അവിടെ ആ ശ്രീരാമചന്ദ്രൻ എന്നുള്ള പരമാത്മാവിനെ കേന്ദ്രീകരിച്ച് ഒന്നായി അണിനിരന്നു നിൽക്കുന്നു. അതാണ് ശ്രീരാമ പട്ടാഭിഷേകം. ഇതാണ് ഭഗവാന്റെ വിരാട് രൂപം അഥവാ ഭഗവാന്റെ വിശ്വരൂപം. അതാണ് പട്ടാഭിഷേക ചിത്രത്തിലൂടെ സമർത്ഥരായ ചിത്രകാരന്മാര്, കലാകാരന്മാര് നമുക്ക് പരമാവധി കാണിച്ചു തരാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. സകല ജീവരാശിയും അവിടെ ഒന്നായി നിൽക്കുന്നു. ഇതാണ് രാമായണത്തിലെ വിശ്വദർശനം. പ്രപഞ്ചം മുഴുവൻ ഒന്നായി നിൽക്കുന്നു. സർവപദാർത്ഥങ്ങളും രാമൻ തന്നെ, രാമനല്ലാതെ വേറൊന്നും തന്നെയില്ല. സർവപദാർത്ഥങ്ങളും ഞാൻ തന്നെ. ലോകം ഒരു കുടുംബം. ഈ ലോകത്തിലെല്ലാം സഹോദരന്മാർ, സഹോദരിമാർ. ഇവിടെ ശത്രുക്കൾ ആരുമില്ല. ഇവിടെ എല്ലാം ഞാൻ തന്നെ അഥവാ എൻ്റെ സഹോദരങ്ങൾ തന്നെ. അങ്ങനെ പരസ്പരം സ്നേഹിച്ചും പരസ്പരം സഹായിച്ചും പരസ്പരം ആനന്ദം പങ്കുവച്ചും ഒരുമിച്ച് സുഖമായി മഹോത്സവമായി ജീവിക്കാനുള്ള ആദർശമാണ് ശ്രീരാമ പട്ടാഭിഷേകം. അവിടെ എല്ലാം അവിടെ ഒന്നായി നിൽക്കുന്നു. രാക്ഷസന്മാരെന്നോ മാനവന്മാരെന്നോ വാനരന്മാരെന്നോ വാനവന്മാരെന്നോ ദേവന്മാരെന്നോ ഭേദമില്ല. വാനവന്മാരവിടെയുണ്ട്, ദേവന്മാരവിടെയുണ്ട്, മാനവന്മാര് മനുഷ്യരവിടെയുണ്ട്, വാനരന്മാരവിടെയുണ്ട്. അതേപോലെ തന്നെ ദാനവന്മാര് രാക്ഷസന്മാരും അവിടെ ഉണ്ട്. എല്ലാവരും ഒരുപോലെ സമത്വഭാവനയോട് കൂടിയിട്ട് രാമന്റെ സീതയുടെയും മക്കളാണ് ഞങ്ങൾ എന്നുള്ളതായ അനുഭവത്തോടു കൂടിയിട്ട് ആ പട്ടാഭിഷേകത്തിൽ പങ്കുകൊള്ളുന്നു. ഈ പട്ടാഭിഷേകം ഇങ്ങനെ നാം ചെയ്യുന്ന അവസരത്തിൽ ദേശങ്ങളുടെയും കാലത്തിന്റെയും ഒക്കെ ഭേദങ്ങളെല്ലാം തീരുന്നു. 13 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് അയോധ്യയിൽ ശ്രീരാമ പട്ടാഭിഷേകം നടന്നത്. അത് വീണ്ടും ആവർത്തിക്കുന്നു. നമ്മുടെ എല്ലാ ഗ്രാമങ്ങളിലും വീടുകളിലും നഗരങ്ങളിലും ഒക്കെ ക്ഷേത്രങ്ങളിലും ഒക്കെ ശ്രീരാമ പട്ടാഭിഷേകം ആവർത്തിക്കുന്നു. അങ്ങനെ 13 ലക്ഷം വർഷങ്ങൾക്ക് അപ്പുറത്ത് നടന്ന കാര്യം ഇന്ന് നടക്കുന്നു. കാലത്തിന്റെ ഭേദം അതിനെ ബാധിക്കുന്നില്ല. അത് നടന്നത് അയോധ്യയിലാണ്. ഈ ലോകത്തിൽ എവിടെയിരുന്നും ആ പട്ടാഭിഷേകം നടത്താം. ലോകത്തിലെമ്പാടും ഇരുന്നും പട്ടാഭിഷേകം, ശ്രീരാമ പട്ടാഭിഷേകം ഇന്നേ ദിവസം നടത്തുന്ന ആയിരം ഭക്തന്മാരുണ്ട്. അവിടെ എല്ലാം അയോധ്യയായി മാറുകയാണ്. ദൂരങ്ങളില്ല. എവിടെ വെച്ചാണോ പട്ടാഭിഷേകം നടത്തുന്നത് അവിടെ അയോധ്യയാണ്. ഈ പ്രപഞ്ചം മുഴുവൻ ഒരൊറ്റ ബിന്ദുവിലാണ്. രാമൻ എന്നുള്ള ആ പരമാത്മ ബിന്ദുവിൽ, ശ്രീചക്രത്തിന്റെ നടുവില് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന ബിന്ദു അതാണ്. നേരത്തെ ഒരു അവസരത്തിൽ അത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. ആ ബിന്ദുവിൽ, ഒരൊറ്റ ബിന്ദുവിലാണ് ഈ ലോകം മുഴുവൻ, അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ മുഴുവൻ അതിൽ നിൽക്കുന്നു. അങ്ങനെ ഈ പ്രപഞ്ചം മുഴുവൻ ഒന്നായി ഒരിടത്ത് നിൽക്കുന്നു. രാമനിൽ ഒരിടത്ത് നിൽക്കുന്നു. അതാണ് പട്ടാഭിഷേകം നമുക്ക് തരുന്നതായ അനുഭവം. അവിടെ ദേശ വ്യത്യാസമില്ല. അവിടെ നാം നിൽക്കുന്നതായ ഈ ബ്രഹ്മബിന്ദു, അതാണ് അയോധ്യ.
ആർക്കും കടന്ന് ആക്രമിക്കാൻ കഴിയാത്ത ഇടം. അവിടെ യുദ്ധമില്ല, അവിടെ ആക്രമണമില്ല, അവിടെ വിദ്വേഷമില്ല, അവിടെ സമരങ്ങളില്ല, അവിടെ കലാപങ്ങളില്ല. അവിടെ സ്നേഹം മാത്രം, സ്നേഹം മാത്രം, സ്നേഹം മാത്രം. അതാണ് അയോധ്യ എന്ന പേര്. എപ്പോഴാണോ എവിടെ വെച്ചാണോ നാം പട്ടാഭിഷേകം സങ്കല്പിക്കുന്നത്, രാമനെ സങ്കല്പിക്കുന്നത്, ഭഗവാനെ സങ്കല്പിക്കുന്നത്, അപ്പോൾ അവിടം മുഴുവൻ അയോധ്യയായി, യുദ്ധമില്ലാത്തിടമായി, അഹിംസയുടെ, സ്നേഹത്തിന്റെ, ത്യാഗത്തിന്റെ വിളഭൂമിയായി മാറുന്നു. ഈ രാമായണത്തില് നമ്മൾ 5 പട്ടാഭിഷേകം കാണുകയാണ്. 5ാമത്തെ പട്ടാഭിഷേകം ഇതാണ്. അതാണ് സമ്പൂർണമായുള്ള പട്ടാഭിഷേകം. അതിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്ന 4 പട്ടാഭിഷേകങ്ങൾ ഇതിനു മുമ്പ് കണ്ടു. ഒന്ന് പാതുക പട്ടാഭിഷേകമാണ്. ശ്രീരാമചന്ദ്രനെ അദ്ദേഹം കാനനത്തിലേക്ക് പോയ അവസരത്തിൽ മടക്കിക്കൊണ്ടുവരാൻ ശ്രമിച്ചിട്ട് നടക്കാതെ വന്നപ്പോൾ, കാരണം അദ്ദേഹത്തിന് കാനനത്തിൽ വളരെയേറെ ചുമതലകളുണ്ട്, അത് കഴിഞ്ഞേ വരുള്ളൂ. അപ്പോൾ രാമനെ പിരിയാൻ പറ്റൂല, രാമൻ തന്നെ ആയിരിക്കും ഈ അയോധ്യയുടെ ഭരണാധിപൻ. അതുകൊണ്ട് ഭരതകുമാരൻ രാമന്റെ പാതുകങ്ങളെ രാമനായി സങ്കല്പിച്ച് സിംഹാസനത്തിൽ വെച്ച് പട്ടാഭിഷേകം നടത്തി. പാതുക പട്ടാഭിഷേകം അയോധ്യാകാന്ഡത്തിന്റെ അവസാനം നാം കാണുന്നു.